BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. കാസർഗോഡ് പെരിയ ഇരട്ട കൊലക്കേസിൽ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്ന ജഡ്ജിയെ സ്ഥലം മാറ്റിയതിനെതിരായ ഹർജി പിൻവലിച്ചു. വിചാരണ നടത്തുന്ന കൊച്ചി CBI പ്രത്യേക കോടതിയിലെ ജഡ്ജിയെ സ്ഥലം മാറ്റിയതിനെതിരെ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കൾ നൽകിയ ഹർജിയാണ് പിൻവലിച്ചത്. സ്ഥലം മാറ്റ ഉത്തരവ് ലഭിച്ച ജഡ്ജി CBI കോടതിയുടെ ചുമതല ഒഴിഞ്ഞതായി ഹൈക്കോടതി രജിസ്ട്രി അറിയിച്ച സാഹചര്യത്തിൽ പിൻവലിക്കാൻ ഹർജിക്കാർ താൽപര്യം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ജസ്റ്റിസ് ബിജു എബ്രഹാം ഇതിന് അനുമതി നൽകി. കേസിലെ മുഴുവൻ സാക്ഷികളുടെയും വിസ്താരം പൂർത്തിയായി കഴിഞ്ഞ സാഹചര്യത്തിൽ ജഡ്ജിയെ സ്ഥലം മാറ്റുന്നത് കേസിനെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. അതിനാൽ വിസ്താരം പൂർത്തിയാക്കി വിധി പറയാൻ ഈ ജഡ്ജി അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം. കേരള പോലീസ് അസോസിയേഷന്റെയും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും കൊച്ചി സിറ്റി ജില്ലാ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ഫെസ്റ്റ് 2024 സിറ്റി പോലീസ് കമ്മീഷണർ S. ശ്യാംസുന്ദർ ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊച്ചി സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് E. രാജീവ് അധ്യക്ഷത വഹിച്ചു. KPO ജില്ലാ സെക്രട്ടറി AV നിഷാദ്, KPA ജില്ലാ പ്രസിഡന്റ് KT ദീപു, KTA ട്രഷറർ വരുൺ, KPA ജില്ലാ സെക്രട്ടറി വിനോദ് P. വർഗീസ്, KPA ജോയിന്റ് സെക്രട്ടറി നിഷാന്ത് എന്നിവർ സംസാരിച്ചു. 23 ടീമുകളാണ് കിരീടത്തിനായി പോരാടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൌളിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ കൊച്ചി സർവകലാശാലയിലെ വോട്ടെണ്ണൽ കേന്ദ്രം സംഘം സന്ദർശിച്ചു. കുസാറ്റിലെ വിവിധ വോട്ടെണ്ണൽ ഹാളുകൾ സന്ദർശിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകി. തുടർന്ന് കളക്ടറേറ്റ് സ്പാർക്ക് ഹാളിൽ അവലോകന യോഗം ചേർന്നു. വോട്ടെണ്ണൽ സംബന്ധിച്ച വിശദാംശങ്ങൾ വിശദീകരിച്ചു. ഓരോ മണ്ഡലത്തിലെയും ഉപവരണാധികാരികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. എൻകോർ സോഫ്റ്റ്വെയർ സംബന്ധിച്ച വിവരങ്ങളും വോട്ടെണ്ണൽ ദിനത്തിൽ പാലിക്കേണ്ട നിർദ്ദേശങ്ങളും യോഗത്തിൽ വിശദീകരിച്ചു. വോട്ടെണ്ണൽ കുറ്റമറ്റ രീതിയിൽ പൂർത്തീകരിക്കാൻ എല്ലാ ഉദ്യോഗസ്ഥരും സഹകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജില്ലാ കളക്ടർ NSK ഉമേഷ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആശാസി ഇബ്രഹാം എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. പൊന്നാനിയിൽ കടലിൽ കപ്പൽ ബോട്ടിലിടിച്ച് 2 പേർ മരിച്ച അപകടത്തിൽ കോസ്റ്റൽ പോലീസ് അന്വേഷണം തുടങ്ങി. ബോട്ടിലിടിച്ച കപ്പലിലെ ജീവനക്കാരെ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. കോസ്റ്റൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത കപ്പൽ 13 വൈകിട്ടോടെ ഫോർട്ട് കൊച്ചി തീരത്ത് എത്തിച്ചിരുന്നു. ഫോറൻസിക് സംഘം ഇന്നലെ കപ്പലിൽ പരിശോധന നടത്തി. വില്ലിംഗ്ടൺ ഐലൻഡിലെ ക്യൂടൺ ടെർമിനലിലാണ് കപ്പൽ നങ്കൂരമിട്ടിരുന്നത്. ലക്ഷ്യമായി കപ്പൽ ഓടിച്ചതിനും മരണത്തിനിടയാക്കിയതിനുമാണ് കപ്പലിലെ ജീവനക്കാർക്കെതിരെ കേസ്. IPC 304A പ്രകാരം മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് ചുമത്തിയിരിക്കുന്നത്. ലക്ഷദ്വീപിലേക്ക് ചരക്കുമായി പോകും വഴിയാണ് സാഗർ യുവരാജ് എന്ന കപ്പൽ മത്സ്യബന്ധന ബോട്ടിലിടിച്ച് 2 പേർ മരിച്ചത്. സലാം ഗഫൂർ എന്നിവരാണ് മരിച്ചത്. കടലിൽ വീണ മറ്റ് 4 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയിരുന്നു. പൊന്നാനിയിൽ നിന്ന് പുറപ്പെട്ട ഇസ്ലാഹ് എന്ന ബോട്ടാണ് ചാവക്കാട് മുനമ്പിൽ നിന്നും 32 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് അപകടത്തിൽപ്പെട്ടത്. അതേസമയം ബോട്ട് ജീവനക്കാർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് കപ്പൽ ജീവനക്കാർ പറയുന്നത്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം ലഹരിവേട്ട. 7 ചാക്കുകളിലായി കൊണ്ടുവന്ന നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസിന്റെ 11,475 പാക്കറ്റുകൾ ചെറുതുരുത്തി SI KR വിനുരാജും സംഘവും പിടിച്ചെടുത്തു. മാർക്കറ്റിൽ 5 ലക്ഷം രൂപ വിലമതിക്കുന്നതാണ് പിടികൂടിയ ലഹരി വസ്തു. SIക്ക് കിട്ടിയ രഹസ്യവിവരത്തെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ഒറ്റപ്പാലം പനമണ്ണ പഴനിക്കര വീട്ടിൽ നാരായണൻ മകൻ ഉണ്ണികൃഷ്ണന്റെ ഇന്നോവ കാറിൽ നിന്ന് ഹാൻസ് പിടിച്ചെടുത്തത്. പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. കോളേജ് വിദ്യാർത്ഥികൾക്കായി ബംഗളൂരുവിൽ നിന്ന് കാറിൽ കൊണ്ടുവന്ന ഹാൻസാണ് കൊച്ചിൻ പാലത്തിന് സമീപം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3:30 പിടിച്ചെടുത്തത്. കൊച്ചി മെട്രോയുടെ ഫീഡർ ഓട്ടോറിക്ഷകളിൽ POS മെഷീനുകൾ വഴി നിരക്കുകൾ നൽകാനാകുന്ന സേവനം ആരംഭിച്ചു. KMRL മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പത്തടിപ്പാലം PWD റെസ്റ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ KMRL അർബൻ ട്രാൻസ്പോർട്ട് വിഭാഗം അഡീഷണൽ ജനറൽ മാനേജർ ഗോകുൽ TG, എറണാകുളം ജില്ലാ ഓട്ടോ ഡ്രൈവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ശ്രീ MB ശ്യാമാനന്ദൻ, സെക്രട്ടറി KK ഇബ്രാഹിംകുട്ടി, സൈമൺ ഇടപ്പള്ളി, OED സ്മാർട്ട് മൊബിലിറ്റി CEO നിശാന്ത് രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ഗതാഗത സേവനങ്ങൾ നവീകരിക്കുന്നതിലും ഫീഡർ സർവീസ്
സർവീസുകളിലെ യാത്രാനുഭവം മെച്ചപ്പെടുന്നതിലോ മറ്റൊരു നാഴികക്കല്ല് കൂടി പിന്നിട്ടിരിക്കുകയാണ് കൊച്ചി മെട്രോയുടെ ഫീഡർ ഓട്ടോറിക്ഷകൾ. കൊച്ചി മെട്രോയുടെ ഫീഡർ ഓട്ടോറിക്ഷ യാത്രയ്ക്കായുള്ള നിരക്കുകൾ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ വിവിധ UPI ആപ്പുകൾ വഴി സ്വീകരിക്കുമെന്നതാണ് പ്രധാന ആകർഷണം. കൊച്ചി വൺ കാർഡ് ഉപയോഗിച്ചും ഫീഡർ ഓട്ടോയുടെ പണമടയ്ക്കാം. സംസ്ഥാനത്ത് ആദ്യമായാണ് ഓട്ടോറിക്ഷകളിൽ POS മെഷീനുകൾ സജ്ജീകരിക്കുന്നത്. യാത്രയുടെ വിശദാംശങ്ങളും നിരക്ക് വിവരങ്ങളും അടങ്ങിയ ഡിജിറ്റൽ രസീതുകൾ ഫീഡർ ഓട്ടോ ഉപഭോക്താക്കൾക്ക് ലഭിക്കും. ഇതുവഴി നിരക്കിൽ ഉൾപ്പെടെയുള്ള സുതാര്യത ഉറപ്പാക്കാൻ സാധിക്കും. ഫീഡർ ഓട്ടോകളിലെ പേയ്മെന്റ് 100% ഡിജിറ്റലാക്കുവാനും ഇത് ഉപകരിക്കും. എറണാകുളം ജില്ലാ ഓട്ടോ ഡ്രൈവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, സ്മാർട്ട് മൊബിലിറ്റി എന്നിവരുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഫോർട്ട് കൊച്ചി അമരാവതി ഡിവിഷനിൽ സ്ഥിതി ചെയ്യുന്ന താമരക്കുളം കുട്ടികളുടെ പാർക്കിന് എന്ന് ശാപമോക്ഷമാകുമെന്ന ചോദ്യത്തിന് ഉത്തരമാകുന്നു. പാർക്ക് ആധുനിക രീതിയിൽ നവീകരിച്ച കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിൽ മാറ്റുകയാണ്. മരങ്ങൾ മുഴുവൻ നിലനിർത്തി ബാക്കി ഭാഗങ്ങളൊക്കെ ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഡിവിഷൻ കൗൺസിലറും നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ പ്രിയ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത്. മനോഹരമായ ഇരിപ്പിടങ്ങളും കുട്ടികൾക്കായുള്ള കളിക്കോപ്പുകളും ഉൾപ്പെടെയാണ് പാർക്കിൽ സജ്ജീകരിക്കുന്നത്. CSMLന്റെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ നടക്കുന്നത്. ഇതിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചു. വളരെ വേഗത്തിൽ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ കൗൺസിൽ കാലത്താണ് അറ്റകുറ്റപ്പണികൾക്കായി പാർക്കിന് താഴിട്ടത്. പാർക്കിന്റെ നവീകരണം ആരംഭിക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. പാർക്കിനുള്ളിൽ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥിതിയിലായിരുന്നു. പാർക്കിനകത്തെ 7 വിളക്കുകൾ തൂണുകളിൽ ബൾബുകൾ ശരിയാക്കിയെങ്കിലും രാത്രികാലങ്ങളിൽ അത് കത്തിക്കാറില്ലായിരുന്നു. പാർക്കിൽ സാമൂഹ്യദ്രോഹികളുടെ ശല്യവും വർദ്ധിച്ചു. ഫോർട്ട് കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന താമരക്കുളം പാർക്കാണ് ഇത്തരത്തിൽ ആർക്കും ഉപകാരമില്ലാതെ കിടന്നത്. പാർക്ക് നവീകരണം തുടങ്ങിയതോടെ ഓണാവധിക്കാലത്തെങ്കിലും കളിച്ചുല്ലസിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കുട്ടികൾ. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.